കേരള കോൺഗ്രസ് എമ്മിനെ വിമർശിച്ച് CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട്. കേരള കോൺഗ്രസ് എം അണികളിൽ ഭൂരിഭാഗവും UDF ക്യാമ്പിൽ തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ തോൽവിക്ക് കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. വൈക്കം നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് LDFന് ലീഡ് നേടാനായത്. അത് CPI നേതൃത്വത്തിന്റെ പ്രവർത്തനം കൊണ്ടാണെന്നും CPI വിമർശിക്കുന്നുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, എന്താണ് വിമർശനമായി ഇടം പിടിക്കുന്നത്? ടോബി, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ CPI കേരള കോൺഗ്രസ് പോര് നടക്കുന്നുണ്ട്. രണ്ടാമൻ ആര് LDFിലെ എന്നുള്ള ചർച്ച സജീവമായി നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കോട്ടയത്ത്, അതായത് കേരള കോൺഗ്രസിൻ്റെ ഒരു തട്ടകമെന്ന് പറയുന്ന കോട്ടയത്ത് CPIയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ചില വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ആ വിമർശനം അതിരൂക്ഷമായി തന്നെ CPI ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ എടുത്തു പറയേണ്ടത്. ഇന്ന് സംഘടനാ റിപ്പോർട്ടിൽ തന്നെ അക്കാര്യം എടുത്തു പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയുടെ ഒരു കാരണം അണികൾ UDFിനൊപ്പം, അതായത് കേരള കോൺഗ്രസിന്റെ നേതൃത്വം LDFിനൊപ്പം വന്നുവെങ്കിലും അണികൾ ഇപ്പോഴും UDF ക്യാമ്പിലാണെന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ വോട്ടുകളൊന്നും സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന് കാര്യമായ ശക്തിയില്ല. അങ്ങനെ ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ പാലായിലും കടുത്തുരുത്തിയിലും ഒന്നും പിന്നിൽ പോകില്ലായിരുന്നുവെന്ന് CPI വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ കോട്ടയം ജില്ല നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആ തോൽവിയിലും LDFന് നേടാൻ സാധിച്ചത് വൈക്കത്താണ്. അത് CPIയുടെ പ്രവർത്തനം കൊണ്ടാണ്. CPIയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള വൈക്കത്ത് മാത്രമാണ് LDFന് വോട്ട് നേടി ഭൂരിപക്ഷം നിലനിർത്താൻ സാധിച്ചതെന്നും ഈ ഒരു സമ്മേളനത്തിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും സംഘടനാ റിപ്പോർട്ടിൽ മാത്രമല്ല, പ്രവർത്തകർ ഈ പ്രതിനിധികളായിട്ട് വന്നവർക്കും ഇത് സമാന നിലപാടാണുള്ളത്. ജില്ലാ സെക്രട്ടറി അടക്കം ഈ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ പരാമർശം നടത്തി എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനം കേരള കോൺഗ്രസിന് എമ്മിനെതിരെ ഉണ്ടായിരിക്കുന്നു. കാര്യമായിട്ടുള്ള ഒരു ശക്തിയല്ല കേരള കോൺഗ്രസ് എന്ന നിലയിലുള്ള ഒരു പ്രസ്താവന പോലും നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനവർ ഉദാഹരണമായിട്ട് ഉയർത്തിക്കാട്ടുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികളാണ്. അതായത് LDF സ്ഥാനാർത്ഥിക്ക് കാര്യമായിട്ടുള്ള ഒരു നേട്ടമുണ്ടാക്കാനോ വിജയമുണ്ടാക്കാനോ സാധിച്ചില്ല. അതിന് കാരണം പ്രവർത്തകർ, അതായത് കേരള കോൺഗ്രസ് LDFിനൊപ്പം വന്നെങ്കിലും പ്രവർത്തകരുടെ മനസ്സ് ഇപ്പോഴും UDF ക്യാമ്പിൽ തന്നെയാണെന്നുള്ളൊരു വിമർശനമാണ്. എന്തായാലും ഇതിന്റെ അലയൊളികൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് രൂക്ഷമായ വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്തെ കണക്കുകളടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് വിമർശനം വരുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.